ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പടക്കളം എന്ന സിനിമയ്ക്ക് ഇന്ന് തിങ്കളാഴ്ചയും മികച്ച ദിവസമായിട്ട് മാറുന്നു എന്നാണ് ഇന്നത്തെ സിനിമയുടെ ബുക്കിംഗ് ആണെങ്കിലും ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോഴാണെങ്കിലും വ്യക്തമാകുന്നത്. ഇന്നലെ സിനിമയുടെ രണ്ടാമത്തെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് 6,60,00,000 സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ. സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ന് 34 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് കടന്ന സിനിമയ്ക്ക് ഇന്ന് 50 ലക്ഷം 60 ലക്ഷം റേഞ്ചിൽ കേരള ഗ്രോസ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 7,20,00,000 കടക്കുന്നതാണ്. തിയേറ്ററുകൾ ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. 10 കോടി എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ റിപ്പോർട്ടുകൾക്ക് വെർഡിക്റ്റ് അപ്ഡേറ്റിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. തിയേറ്ററുകളിലെ പരാജയം നേരത്തെ തന്നെ ഉറപ്പാക്കിയ ആസിഫിന്റെ സിനിമയാണല്ലോ സർക്കിട്ട്. ഇന്നലെ വരെ 2,05,00,000 കേരളത്തിൽ ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 5 ലക്ഷത്തിൽ താഴെ കേരള ഗ്രോസ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇന്നലെ ഇതേസമയം 4 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്ന് 1 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് 2,10,00,000 അടുക്കുന്നു. കേരള ഷെയർ ഇനിയും 1 കോടി പിന്നിട്ടിട്ടില്ല. അടുത്ത റിപ്പോർട്ട് തമിഴ് സിനിമയായ ടൂറിസ്റ്റ് ഫാമിലി കളക്ഷനാണ്. കളക്ഷനിൽ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് തമിഴിൽ നിന്നുള്ള ടൂറിസ്റ്റ് ഫാമിലി എന്ന് നിസ്സംശയം പറയാം. സിനിമയുടെ ആകെ കേരള ഗ്രോസ് 1,45,00,000 എത്തപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ 53 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ പിന്നിട്ട സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 73 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത് വലിയ വിജയം നേടിയെടുക്കുന്ന ശശികുമാർ സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവസാനമായിട്ട് ലവ്ലി എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വരെ സിനിമയ്ക്ക് 30 ലക്ഷമാണ് കേരള ഗ്രോസ്. ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് 3 ലക്ഷത്തിലേക്ക് അടുക്കുന്നതേ ഉള്ളൂ. ഇന്ന് 5 ലക്ഷം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് 4 ദിവസങ്ങൾ കൊണ്ട് 35 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. സിനിമ നേരത്തെ തന്നെ തിയേറ്ററുകളിലെ പരാജയം ഉറപ്പാക്കിയ ഒരു 3D മലയാളം സിനിമയാണ്.